കാർഷിക ആവശ്യങ്ങൾക്ക് കൃഷികാര്യ മെഡിക്കൽ സ്റ്റോർ തുറന്ന് കഞ്ഞിക്കുഴി കർമ്മസേന. കർമ്മസേനയുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമുക്കിനിയും കുറച്ച് ടെക്നീഷ്യന്മാരെ കൂടെ ചേർത്തുകൊണ്ട് പുതിയതായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. നമ്മളെ സംബന്ധിച്ച് ഇത് നമുക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലമാണ്. ഇനി സ്ഥലം കണ്ടെത്തി ചെയ്യാന്നുള്ളത് ആരുടെയെങ്കിലും സ്ഥലമൊക്കെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. സ്വന്തമായി ഇനി സ്ഥലം ഉണ്ടായിട്ട് കർമ്മസേനയുടെ വികസനം നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും ഉള്ള സ്ഥലത്തിന് ഒരു വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുന്നുള്ളതാണ് കാർഷിക കർമ്മസേനയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ 2 ചടങ്ങാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു ഉദ്ഘാടനം, അതുപോലെ തന്നെ ഇത്രയും വർഷം നമ്മളോട് ഒപ്പം പ്രവർത്തിച്ച് സൂപ്പർവൈസർ എന്ന നിലയിൽ നന്നായി പ്രവർത്തിച്ച അഖിലയ്ക്ക് ഒരു സെൻഡ് ഓഫ് കൊടുക്കുകയാണ്. അഖിലയെ സംബന്ധിച്ച് വിവാഹം ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഇന്നിപ്പം പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇവിടെ നിന്ന് രാജിവെച്ച് പോവുകയാണ്. അഖിലയ്ക്ക് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. എവിടെയാണെങ്കിലും ജോലി ചെയ്യാനായിട്ട് തയ്യാറാകണം. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കാർഷിക കർമ്മസേനയുടെ ആഭിമുഖ്യത്തിലാണ് കാർഷിക മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുക. കൃഷി ആവശ്യത്തിനുള്ള മരുന്നുകൾ ലഭ്യമാകുന്ന ന്യായവില കാർഷിക മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികൻ നിർവഹിച്ചു. 13-ാം വാർഡിൽ കണ്ണർഗാർഡിന് സമീപമുള്ള കർമ്മസേന ഓഫീസിനോട് ചേർന്നാണ് കൃഷികാര്യ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നത്. കാർഷിക വിളകളുടെ കീടരോഗബാധ തടയുന്നതിനും ചെടികളുടെ ആരോഗ്യത്തിനും കൂടുതൽ വളവിനും കർമ്മസേന നിർമ്മിക്കുന്ന മരുന്നുകൾക്ക് പുറമെ സർക്കാർ ഏജൻസികൾ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളും ഇവിടെ നിന്ന് ന്യായവിലയ്ക്ക് ലഭ്യമാക്കും. കൃഷിഭവനിൽ പ്രവർത്തിക്കുന്ന ബയോ ഫാർമസിയുടെ സേവനങ്ങളും ലഭിക്കുന്ന വിധമാണ് മെഡിക്കൽ സ്റ്റോർ വിഭാവനം ചെയ്തിട്ടുള്ളത്. പച്ചക്കറി തൈകളും ജൈവവളങ്ങളും ഇവിടെ നിന്നും ലഭ്യമാകും. ചടങ്ങിൽ കർമ്മസേന പ്രസിഡന്റ് വി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജി ഉദയപ്പൻ സ്വാഗതവും കൃഷി ഓഫീസർ റോസ്മി ജോർജ് നന്ദിയും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ, കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ, വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ കെ കമലമ്മ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എസ് ടി അനില, സന്ദീപ്, കർമ്മസേന ട്രഷറർ കെ കൈലാസൻ, സി പുഷ്പജൻ, ആനന്ദൻ എന്നിവർ സംസാരിച്ചു. 10 വർഷത്തെ സേവനത്തിന് ശേഷം കർമ്മസേന സൂപ്പർവൈസർ സ്ഥാനത്തു നിന്നും വിരമിക്കുന്ന അഖിലയ്ക്ക് യാത്രയയപ്പും നൽകി. ഒരിക്കലും വരാൻ പറ്റാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാകില്ല എന്ന് നാം പ്രതീക്ഷിച്ചിരുന്ന പല മാരകമായ അസുഖങ്ങൾ പോലും ഇന്ന് വല്ലാത്ത രീതിയിൽ വ്യാപിക്കുകയാണ് മനുഷ്യരുടെ ശരീരങ്ങളിലേക്ക്. അതുപോലെ തന്നെയാണ് കാർഷിക വിളകൾക്കും അസുഖം. ഓരോ കാർഷിക വിളകളെടുത്ത് പരിശോധിക്കുമ്പോഴും നിരവധിയായ കീടബാധ ബാധിക്കുകയാണ്. നമ്മൾ ഓമനിച്ച് വളർത്തുന്ന കാർഷിക വിളകൾ നശിച്ചു പോകുമ്പോൾ ഒരു കുഞ്ഞിന് അസുഖം ഉണ്ടായാൽ അവൻ അനുഭവിക്കുന്ന വേദനയും വിഷമതകളും എങ്ങനെയാണോ നാം ഉൾക്കൊള്ളുന്നത്, അതുപോലെ തന്നെ ഉൾക്കൊള്ളുന്ന നിരവധിയായ ആൾക്കാർ കഞ്ഞിക്കുഴിയിലുണ്ട്. അവർ വെച്ചുപിടിപ്പിക്കുന്ന ചെടികൾക്ക് ഒരു അസുഖം ബാധിച്ചത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുടെ മുമ്പിലാണ് കർമ്മസേനയുടെ ഈ ഒരു സംവിധാനം, ഈ ഒരു സംരംഭം ആശ്വാസമേകുന്നത്.